ഓവറിലേക്ക് കടക്കുകയാണ്. ഹാർദിക് പാണ്ഡ്യയുടെ ആദ്യ പന്ത് ഉയർത്തി അടിച്ചിരിക്കുന്നു. ഡേവിഡ് മില്ലർ ഉയർത്തി അടിച്ചൊരു പന്ത്. യെസ്, അവിടെ ബൗണ്ടറി ലൈനിൽ ഒരു അറ്റംപ്റ്റ്, അവിടെ ഒരു ക്യാച്ചിന് മനോഹരമായ ഒരു ക്യാച്ച്. സൂര്യകുമാർ യാദവ് കൈപ്പിടിയിൽ ഒതുക്കുന്നു. സൂര്യകുമാർ യാദവ് ആകാശത്തേക്ക് ഉയർന്നു ചാടി ആ പന്ത് കൈപ്പിടിയിൽ ഒതുക്കി. വീണ്ടും ബൗണ്ടറി ലൈൻ പുറത്തേക്ക് ചെന്നെങ്കിലും അദ്ദേഹം ആ പന്ത് വായുവിലേക്ക് ഇട്ട് വീണ്ടും ആ പന്ത് കൈപ്പിടിയിൽ ഒതുക്കുന്നു. ടൂർണമെന്റ് കണ്ട ഏറ്റവും മനോഹരമായ ഈ ടൂർണമെന്റിൽ ഏറ്റവും മനോഹരമായ ക്യാച്ച് സൂര്യകുമാർ യാദവ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡേവിഡ് മില്ലർ അവിടെ ഒരു അമ്പയറുടെ ഒരു ഡിസിഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷേ ഇന്ത്യൻ താരങ്ങളുടെ ആഹ്ലാദം കണക്കിലെടുക്കുമ്പോൾ അതൊരു വിക്കറ്റാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടി വരും. പക്ഷേ കാത്തിരിക്കാം. അമ്പയറുടെ ഡിസിഷനായി ആദ്യ പന്ത് ഒരു ബൗണ്ടറി ലൈനിൽ ഒരു ഏത് നിമിഷവും സിക്സർ പോകാൻ പറ്റുന്ന രീതിയിലായിരുന്നു. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ പോലും അവിടെ സൂര്യകുമാർ യാദവിന്റെ ഒരു അറ്റംപ്റ്റ്, അവിടെ അത് റിവ്യൂ പരിശോധിക്കുകയാണ്. ആ പരിശോധനയിൽ നമുക്ക് നോക്കാം എന്താണ് ആ റിസൾട്ട് എന്നുള്ളത്. സൂര്യകുമാർ ആ പന്ത് പിടിച്ചെടുക്കുന്നു. അദ്ദേഹം ഔട്ടാണ്. സൂര്യകുമാർ യാദവ് ആ പന്ത് പിടിച്ചെടുത്ത ശേഷം അത് വായുവിലേക്ക് ഇട്ട് അദ്ദേഹത്തിന്റെ കാൽ ബൗണ്ടറിക്ക് പുറത്തായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ കയ്യിൽ ആ സമയത്ത് പന്ത് ഇല്ലായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. സൂര്യകുമാർ യാദവ് ആ പന്ത് പിടിച്ച് ഇരു കൈകളും ഉയർത്തി മുന്നോട്ട് ഓടി വന്ന് സഹതാരങ്ങളെ അവിടെ നോക്കാം. നമുക്ക് എന്താണ് ആ ഒരു ഫൈനൽ ഡിസിഷൻ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഒരു നിർണായകമായ ഈ മത്സരത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ ടീം ഇന്ത്യ കടന്നു പോകുകയാണ്. സൂര്യകുമാർ യാദവിന്റെ ആ ക്യാച്ച്, ജേഴ്സി നമ്പർ 63, അദ്ദേഹം ആ പന്തെടുത്ത് ബൗണ്ടറി ലൈനിൽ ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ മാത്രം ആ പന്തെടുക്കുന്നു. അമ്പയറുടെ ഔട്ട്. ഡേവിഡ് മില്ലർ പുറത്ത്. സൈഫുദ്ദീൻ ഡേവിഡ് മില്ലർ പുറത്ത്. 5 പന്തുകൾ മാത്രമാണ് ടീം ഇന്ത്യക്ക് മുന്നിൽ ഇനിയുള്ളത്. ഡേവിഡ് മില്ലർ പുറത്തായിരിക്കുന്നു. 5 പന്തിൽ 16 റൺസാണ് വേണ്ടത്. അപ്പോൾ മത്സരം ഇന്ത്യയുടെ കോർട്ടിലേക്ക് വരുന്നു. കളി ഇന്ത്യയുടെ വരുതിയിലേക്ക് ഏറെക്കുറെ ഒരു 90% ഇന്ത്യയുടെ വരുതിയിലേക്ക് വരുന്നു എന്ന് ഘട്ടത്തിൽ പറയണം. കാരണം